അപ്പുറത്തേട്ടനാണ് ലോകത്തിലെ രണ്ടാമത്തെ ഉയരം കുറഞ്ഞ ആദ്യത്തെ സംവിധായകൻ. ഓക്കെ. അതിനുശേഷം പോർക്കളം എന്ന സിനിമ സംവിധാനം ചെയ്തതിലൂടെയാണ് അതേ ഇത് തന്നെ ലോകത്തിലെ രണ്ടാമത്തെ ഉയരം കുറഞ്ഞ സംവിധായകൻ അറേബ്യൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് കിട്ടാൻ കാരണമായി. 2005 അത്ഭുത ദ്വീപ് ഷൂട്ട് തുടങ്ങുന്നത്. അതിൽ ഏകദേശം 250ഓളം എന്നെ പോലത്തെ പൊക്കം കുറഞ്ഞ സഹോദരങ്ങൾ ഒരുപാട് പേരുണ്ടായിരുന്നു. അവർക്കൊപ്പം അഭിനയിക്കാനും അവരിൽ ഒരാളായിട്ട് ജീവിക്കാനും സാധിച്ചു എന്ന് വേണം പറയാൻ. ഞങ്ങളൊരു വൈകല്യമുള്ളവരുടെ ലോകത്തേക്ക് ആരും അങ്ങനെ തിരിഞ്ഞു നോക്കാൻ ശ്രദ്ധ കാണിക്കാതിരുന്നിടത്ത് ജോക്കർ എന്ന് പറയുന്ന ഒരു വിളിപ്പേര് പോലും ഞങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് സിനിമാക്കാരൻ എന്ന പേരിലേക്ക് ഞങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞ ആദ്യ ദിനം എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. ഈ അടുത്ത വാർത്ത ഉണ്ടായിരുന്നു, അത്ഭുത ദ്വീപ് 2 വിനയൻ സാർ വീണ്ടും ചെയ്യുന്നു. അത് ഉണ്ണിമൂന്തൻ അഭിനയിക്കുന്നു, മാളികപ്പുറത്തിന്റെ റൈറ്റർ അഭിലാഷ് പിള്ള ചെയ്യുന്നു. അതിനെ കുറിച്ച് ചോദിച്ചിരുന്നോ, ശ്രദ്ധിച്ചിരുന്നോ? വാർത്തകളൊക്കെ സാറുമായിട്ട് സംസാരിച്ചായിരുന്നു. അപ്പോ ഉടനെ ഉണ്ടാവും. വലിയൊരു സിനിമയായിട്ട് വരണം. ലാസ്റ്റ് ചെയ്തത് മലക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന ഒരു സിനിമയാണ്. വലിയൊരു സിനിമ. ലിജോ ജോസിന്റെ പടത്തില് രാജസ്ഥാനിൽ വെച്ചായിരുന്നു ഷൂട്ടിങ്. അതൊക്കെ മറക്കാൻ കഴിയാത്ത ഓർമ്മകളും അനുഭവങ്ങളും ഒക്കെ മനസ്സിൽ കുറിച്ചിടാൻ കഴിഞ്ഞൊരു സിനിമ. ലാലേട്ടനോട് ഞാൻ ഇട്ടിമാണിയുടെ ലൊക്കേഷനിൽ വെച്ചാണ് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. ലാലേട്ടൻ നല്ലൊരു എന്താ പറയാ വാക്കുകളില്ല. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അതിഥിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ചോട്ടാ വിപിൻ എന്നാണ് ഇദ്ദേഹത്തെ വിളിക്കുന്നത്. ഒരുപാട് കഴിവുകളുണ്ട്, ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞൊരു വ്യക്തിയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. എനിക്ക് തോന്നുന്നു ഏറ്റവും പൊക്കം കുറഞ്ഞ സംവിധായകരിൽ രണ്ടാമത്തെ ആള് അല്ലെ? എനിക്ക് തോന്നുന്നു പക്രുചേട്ടൻ കഴിഞ്ഞാൽ രണ്ടാമത്തെ ആള്. പക്രുചേട്ടനാണ് ലോകത്തിലെ രണ്ടാമത്തെ ഉയരം കുറഞ്ഞ ആദ്യത്തെ സംവിധായകൻ. ഓക്കെ. അതിനുശേഷം പോർക്കളം എന്ന സിനിമ സംവിധാനം ചെയ്തതിലൂടെയാണ് അതേ ഇത് തന്നെ ലോകത്തിലെ രണ്ടാമത്തെ ഉയരം കുറഞ്ഞ സംവിധായകൻ അറേബ്യൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് കിട്ടാൻ കാരണമായി. എനിക്കൊണ്ട് അത്ഭുത ദ്വീപാണ് തുടക്കകാലം. അത്ഭുത ദ്വീപ് ശരിക്കും ഈ അഭിനയത്തോട്ടാണ് ആദ്യം വന്നത്. എങ്ങനെയാണ് ഞാൻ പറഞ്ഞ ഇതിലോട്ട് വന്നത്? അതായത് അത്ഭുത ദ്വീപ് 20 വർഷങ്ങൾക്ക് മുമ്പ് 2005 അത്ഭുത ദ്വീപ് ഷൂട്ട് തുടങ്ങുന്നത്. അതിൽ ഏകദേശം 250ഓളം എന്നെ പോലത്തെ പൊക്കം കുറഞ്ഞ സഹോദരങ്ങൾ ഒരുപാട് പേരുണ്ടായിരുന്നു. അവർക്കൊപ്പം അഭിനയിക്കാനും അവരിൽ ഒരാളായിട്ട് ജീവിക്കാനും സാധിച്ചു എന്ന് വേണം പറയാൻ. കാരണം സിനിമ അത്തരമൊരു സിനിമയായിരുന്നു. വിനയൻ സാറ് അങ്ങനത്തെ ഒരു ചുവടുവെപ്പാണ് നടത്തിയത്. കാരണം ഞങ്ങളൊരു വൈകല്യമുള്ളവരുടെ ലോകത്തേക്ക് ആരും അങ്ങനെ തിരിഞ്ഞു നോക്കാൻ ശ്രദ്ധ കാണിക്കാതിരുന്നിടത്ത് ജോക്കർ എന്ന് പറയുന്ന ഒരു വിളിപ്പേര് പോലും ഞങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് സിനിമാക്കാരൻ എന്ന പേരിലേക്ക് ഞങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞ ആദ്യ ദിനം എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. അവിടെ നിന്ന് പിന്നീട് ഓരോ പടികളും നടന്നു കയറുമ്പോഴും ആത്മവിശ്വാസം ഇരട്ടിക്കാനുള്ള കാരണം സമൂഹത്തിന്റെ ഒരു വല്ലാത്ത നോട്ടങ്ങളും ഭാവങ്ങളും എല്ലാം മാറി പുതിയൊരു ജീവിതം തുടങ്ങിയ ഒരു വർഷമെന്ന് വേണമെങ്കിൽ 2005 വിശേഷിക്കുക. അതിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? ഞാൻ ചോദിച്ചു, ഈ പറഞ്ഞൊരു ഓഡിഷൻ അത് വിനയൻ സാർ ഇങ്ങനെ കേരള കൗമുദി പത്രത്തിൽ പരസ്യം കൊടുത്തു. ഇങ്ങനെ അത്ഭുത ദ്വീപ് എന്ന് പറയുന്ന ഒരു സിനിമ ഷൂട്ടിംഗ് ആരംഭിക്കുന്നു. പൃഥ്വിരാജിന്റെ ഫോട്ടോ ഒക്കെ വെച്ച് കുറച്ച് പൊക്കം കുറഞ്ഞ 5-6 പേരെയൊക്കെ വെച്ചിട്ടാണ് അത് തുടങ്ങിയത്. അപ്പൊ ഇത് പത്രത്തിൽ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കൗതുകം തോന്നി. അപ്പൊ എന്റെ ഒരു ജ്യേഷ്ഠ സഹോദരനായ തമ്പി അണ്ണൻ, അദ്ദേഹം ഇന്ന് ജീവനോടെ എല്ലാം മരിച്ചുപോയി. അദ്ദേഹം ആണ് എന്നെ സിനിമാ രംഗത്തേക്ക് കൊണ്ടുവരുന്നത്. വിനയൻ സാറിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് തമ്പി അണ്ണൻ സാറിന്റെ വീട്ടിൽ എന്നെ കൊണ്ടുവന്നു. അങ്ങനെ ആലപ്പുഴ ജില്ലക്കാരാണ്. അതെ. അപ്പൊ പരിചയപ്പെട്ടു. വിനയൻ സാർ എന്നോട് കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ആത്മവിശ്വാസം ഇരട്ടിയായി. കാരണം സിനിമയെ സ്വപ്നം കണ്ട് നടന്നിരുന്ന എനിക്ക് ഇത്തരം ഒരു ചവിട്ടുപടിയിലേക്ക് ആദ്യമായി കാലെടുത്ത് വെക്കാൻ അവസരം ഉണ്ടാകുന്നു. അങ്ങനെ സിനിമ പാലക്കാട് മലമ്പുഴ ഡാമിന്റെ അടുത്ത് ഷൂട്ട് തുടങ്ങുന്നു. ഗോവയിലൊക്കെ ആയിട്ട് ചിത്രീകരണം പൂർത്തിയാക്കി സിനിമ തിയേറ്ററിൽ എത്തിയപ്പോൾ ഭയങ്കര സന്തോഷമാണ് തോന്നിയത്. കാരണം അത്തരം ഒരു വലിയൊരു അനുഭവം. എവിടുന്നാണ് അന്ന് ആദ്യത്തെ ഷോ കണ്ടത്? എവിടുന്നാണ് ആദ്യത്തെ ഷോ ഞാൻ കണ്ടത്? ആലപ്പുഴയിലായിരുന്നു. ആലപ്പുഴയിൽ ഞങ്ങള് കണ്ടു. അത് കഴിഞ്ഞ് പിന്നീട് ആ സിനിമ എത്ര വട്ടം കണ്ടു എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുന്നില്ല. കാരണം അത്രയ്ക്ക് സന്തോഷമായിരുന്നു അത്. അവിടെ നിന്ന് പിന്നീട് ഒരുപാട് സിനിമകളിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചു. പിന്നെ എത്ര സിനിമകൾ, ഏതൊക്കെ സിനിമകളാണ് പ്രധാനപ്പെട്ട? 23ഓളം സിനിമകളുടെ ഭാഗമായി അഭിനയത്തിന്റെ കാര്യത്തിൽ. അപ്പോ അഭിനയിക്കാൻ ഇപ്പൊ ലാസ്റ്റ് ചെയ്തത് മലക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന ഒരു സിനിമയാണ്. വലിയൊരു സിനിമ. ലിജോ ജോസിന്റെ പടത്തില്
രാജസ്ഥാനിൽ വെച്ചായിരുന്നു ഷൂട്ടിങ്. അതൊക്കെ മറക്കാൻ കഴിയാത്ത ഓർമ്മകളും അനുഭവങ്ങളും ഒക്കെ മനസ്സിൽ കുറിച്ചിടാൻ കഴിഞ്ഞൊരു സിനിമ. അതിലുണ്ട് ഈ പറഞ്ഞ ലാലേട്ടനായിട്ടുള്ള എന്തെങ്കിലും കോമ്പിനേഷൻ സീൻസോ? ഇല്ല, ക്രൗഡ് ഇതായിരുന്നു. ലാലേട്ടനെ പരിചയപ്പെടാനൊക്കെ പറ്റിയിട്ടുണ്ടോ? എല്ലാവരും പിന്നെ ലാലേട്ടനായിട്ട് ഞാൻ ഇട്ടിമാണിയുടെ ലൊക്കേഷനിൽ വെച്ചാണ് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. ലാലേട്ടൻ നല്ലൊരു എന്താ പറയാ വാക്കുകളില്ല. കാരണം ഒരു കാലത്ത് ലാലേട്ടനെയൊക്കെ സ്വപ്നം കണ്ട് നടന്നിരുന്ന ഒത്തിരി അനുഭവങ്ങളും ഓർമ്മകളും ഒക്കെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമയെ സ്നേഹിക്കാൻ തുടങ്ങുന്നതും ഒക്കെ ലാലേട്ടനൊക്കെ ഇങ്ങനെ കത്തി നിൽക്കുന്നത് കൊണ്ടാണ്. ഇപ്പോ അത്ഭുത ദ്വീപിലൂടെയാണ് തുടങ്ങിയത് അല്ലെ? ഇപ്പോ ഈ അടുത്ത വാർത്ത ഉണ്ടായിരുന്നു, അത്ഭുത ദ്വീപ് 2 വിനയൻ സാർ വീണ്ടും ചെയ്യുന്നു. അത് ഉണ്ണിമൂന്തൻ അഭിനയിക്കുന്നു, മാളികപ്പുറത്തിന്റെ റൈറ്റർ അഭിലാഷ് പിള്ള ചെയ്യുന്നു. അതിനെ കുറിച്ച് ചോദിച്ചിരുന്നോ, ശ്രദ്ധിച്ചിരുന്നോ? വാർത്തകളൊക്കെ സാറുമായിട്ട് സംസാരിച്ചായിരുന്നു. അപ്പോ ഉടനെ ഉണ്ടാവും. വലിയൊരു സിനിമയായിട്ട് വരണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, 20 വർഷങ്ങൾക്ക് മുമ്പ് ടെക്നോളജി എവിടെ നിന്നിരുന്നു, അന്ന് അത്രയും മനോഹരമായ ഒരു സിനിമ സാർ സംവിധാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 20 വർഷങ്ങൾക്കിപ്പുറം ടെക്നോളജിയുടെ വലിയ വളർച്ചയും അതിന്റെ മറ്റ് വശങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇതിലും ആയിരക്കണക്കിന് മടങ്ങ് വലിയൊരു സിനിമ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അത്തരം ഒരു സിനിമ ഉണ്ടാകാനാണ് ഞാനും ആഗ്രഹിക്കുന്നത്. 20 വർഷങ്ങൾക്ക് ശേഷം ആ പഴയ സുഹൃത്തുക്കൾ എല്ലാവരും കൂടി ചേർന്ന് ഒരു നല്ല സിനിമ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്നാണ് പറയാൻ കഴിയുന്നത്. പിന്നെ കൂടാതെ ഒരു കാര്യം, അഭിലാഷ് പിള്ളയെ പോലുള്ള വലിയൊരു റൈറ്റർ കൂടി വന്നു ചേരുമ്പോൾ അത് പിന്നെ പറയേണ്ടി വരില്ല. കാരണം അത്തരം ഒരു നല്ല അനുഭവങ്ങളായിരിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ. പിന്നെ എനിക്കൊരു പ്രത്യേകമായ ഒരു കാര്യം പറയാനുള്ളത്, ഞങ്ങളുടെ അനുഭവങ്ങളെ തുറന്നു കാണിക്കാൻ പലർക്കും ഒരു മടിയുള്ളൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഉയരം കുറവ് എന്ന് പറയുന്നത് ഒരു വൈകല്യം ആയിട്ടൊന്നും ഞങ്ങൾ കരുതുന്നില്ല. മറ്റ് സാധാരണക്കാരായ ആളുകളെ പോലെ എല്ലാ കാര്യത്തിലും മുന്നിൽ നിൽക്കുവാൻ കഴിയുന്ന ആളുകളാണ് ഞങ്ങൾ എന്ന് പലരും തെളിയിച്ചു കഴിഞ്ഞതാണ്. എന്നിട്ടും സമൂഹത്തിന്റെ ചില നോട്ടങ്ങളിൽ നിന്നെല്ലാം മാറിക്കൊണ്ട് വിനയൻ സാറിനെ പോലുള്ള വലിയ ഡയറക്ടേഴ്സ് വിചാരിച്ചു കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് സിനിമകൾ ലോകത്തിനും അല്ലെ മറ്റ് ജനങ്ങളുടെ മനസ്സിലേക്കും സമ്മാനിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. വിനയൻ സാറിന്റെ വേറെ സിനിമകൾ ചെയ്തിട്ടുണ്ടോ? ഇല്ല, വിനയൻ സാറിന്റെ കൂടെ വേറെ അത്ഭുത ദ്വീപ് തന്നെയാണ്. അപ്പൊ ഇനിയിപ്പോ വെയിറ്റിംഗ് ആണ്. ഇനിയിപ്പോ ആഗ്രഹം, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, സംവിധാനത്തെ പോലെ തന്നെ സംവിധാനം നമുക്ക് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയൊരു കൂട്ടായ്മയിൽ ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ അഭിനയത്തിൽ എൻ്റെതായ ഒരു അടയാളപ്പെടുത്തൽ നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. വളരെ സീരിയസ് ആയ ക്യാരക്ടറുകളെ ഇഷ്ടപ്പെടുന്ന ഒരു ആളും കൂടിയാണ്. കാരണം എൻ്റെ രൂപവും എൻ്റെ എന്താ പറയുക സൗന്ദര്യത്തിൻ്റെ കുറിച്ച് പറയുമ്പോൾ വലിയ ഭംഗിയൊന്നുമില്ലാത്ത ആളായിരുന്നിട്ട് പോലും ഇതിന് പറ്റിയ ഒരു നല്ല ക്യാരക്ടർ എന്നെ തേടിയെത്തണം എന്നുള്ള ആഗ്രഹത്തിൽ പരിശ്രമിക്കുന്ന ഒരാളാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. അവിടുന്ന് അങ്ങോട്ട് പിന്നീട് ഈ സംവിധാനം, അത് ആ ഒരു മോഹം പണ്ടുണ്ടായിരുന്നു? അതോ സിനിമയിൽ അഭിനയിച്ച് തുടങ്ങി സിനിമയെ കൂടുതൽ സ്നേഹിച്ച് തുടങ്ങിയിട്ടാണ് സംവിധാനത്തിലേക്ക് വന്നത്? സിനിമയെ കൂടുതൽ സ്നേഹിച്ച് തുടങ്ങി പോകുന്നത് അഭിനയത്തിന് സാധ്യതകൾ കുറവാണെന്ന് മനസ്സിലാക്കാനിടയിൽ. അപ്പൊ എഴുതുന്നൊരു ശീലം ഉണ്ടായിരുന്നു. ഞാനിപ്പോ ഈ അടുത്തിടെ ഒരു പുസ്തകം എഴുതിയിരുന്നു, തോന്നിയാക്ഷരങ്ങൾ എന്ന പേരിൽ ഉയരം കുറഞ്ഞവരുടെ ജീവിതാനുഭവങ്ങൾ കോർത്തിണക്കിക്കൊണ്ടൊരു പുസ്തകം എഴുതി. അപ്പൊ എഴുത്തിന്റെ മേഖല ഇഷ്ടപ്പെട്ടൊരു മേഖലയാണ്. അങ്ങനെ എഴുതാൻ തുടങ്ങിയപ്പോൾ ഈ അനുഭവങ്ങളെയാണ് കൂടുതലും എഴുതാൻ തുടങ്ങിയത്. അങ്ങനെയാണ് എഴുത്തിലേക്ക് വരുന്നത്. എഴുത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ പല കാര്യങ്ങളും എഴുതാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതം തന്നെ ഒരു സിനിമയാക്കിയാലോ എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്താണ്. പോർക്കളം ശരിക്കും എൻ്റെ ലൈഫ് സ്റ്റോറിയാണ് പറയുന്നത്. ഞാൻ കടന്നു വന്ന വഴികൾ, ഞാൻ കണ്ട കാഴ്ചകൾ, ഞാൻ അനുഭവിച്ച വേദനകൾ, എൻ്റെ നേരെ ഉണ്ടായ പരിഹാസങ്ങൾ, അല്ലെങ്കിൽ കടന്നുപോയ വഴികളിലുള്ള ഞാൻ പെറുക്കിക്കളഞ്ഞ മുള്ളുകൾ, ഇതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് പറയാൻ സാധിച്ചു എന്നുള്ള രീതിയിലൊരു സിനിമയാണ് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെ സംവിധാന രംഗത്തേക്ക് വന്നു. ഷോർട്ട് ഫിലിം ആദ്യം ഒരു സൈക്കിൾ ബെൽ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം ചെയ്തു, വീട്ടിലെ ഊണ് ചെയ്തു. പിന്നെ അങ്ങനെ ഒരു വലിയ സിനിമ എന്താ ചെയ്താൽ എന്നുള്ള ഒരാഗ്രഹം തോന്നി, അങ്ങനെ സിനിമ ചെയ്തു. പക്ഷെ ആ ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഒരു കുറച്ച് ഈ പറഞ്ഞ പോലെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് വേണം. ഒരുപാട് ഇപ്പൊ ചെറുതാണെങ്കിൽ പോലും അതിനൊരു ഇൻവെസ്റ്റ്മെന്റ് വേണം. അത് തിയേറ്ററിൽ എത്തണം, പ്രേക്ഷകർ കാണണം. അപ്പൊ അതിന് കൂടെ നിന്ന നിർമ്മാതാക്കൾ, പ്രൊഡക്ഷൻ സൈഡ്, ഇതൊക്കെ എങ്ങനെയായിരുന്നു? അതായത് ഇതിന്റെ നിർമ്മാതാവായ VN ബാബു സാറിനെയാണ് ഞാൻ ആദ്യമേ നന്ദി പറയേണ്ടത്. കാരണം ബാബു സാറ് പ്രീസ്റ്റ് എന്ന് പറയുന്ന സിനിമയുടെ പ്രൊഡ്യൂസറാണ്. അതുകൂടാതെ പിന്നെ നമ്മുടെ വിനയൻ സാറിന്റെ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം പോർക്കളം എന്ന് പറയുന്ന ഒരു മൂവിയെ കുറിച്ച് ഞാൻ സാറിനോട് സംസാരിക്കുമ്പോൾ സാറിന് എൻ്റെ നാട്ടുകാരനും കൂടി ആയതുകൊണ്ട് തന്നെ എന്നെ ചേർത്ത് പിടിച്ച് ആ ഒരു പ്രോജക്റ്റിന് തയ്യാറായി. അവിടെ നിന്ന് OC വക്കച്ചൻ എന്ന് പറയുന്ന മറ്റൊരു പ്രൊഡ്യൂസറെയും കൂടി ചേർത്തുകൊണ്ട് 2 നിർമ്മാതാക്കളെ ചേർത്ത് വെച്ചിട്ടാണ് ആ പോർക്കളം എന്ന് പറയുന്ന സിനിമ ഉണ്ടായത്.
അപ്പോൾ അവരുടെ ഒരു അനുഗ്രഹമാണ്. എന്നെ പോലെ ഒരാൾക്ക് വേണ്ടിയിട്ട് ഇത്രയും പൈസ മുടക്കാൻ മനസ്സ് കാണിക്കുക എന്ന് പറയുന്നതിന് ഒത്തിരി നന്ദി പറയണം. കാരണം ദൈവത്തിന്റെ ഒരു സിഗ്നേച്ചറായിട്ട് തന്നെയാണ് ഞാൻ അതിനെ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് സംസ്ഥാന പുരസ്കാരം ഈ അടുത്ത് കഴിഞ്ഞു. വിനയൻ സാറിന്റെ ഒരു ആശംസയുടെ ഒരു ഓഡിയോ ഒക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അതെന്തായിരുന്നു അത്? അതായത് സംസ്ഥാന സർക്കാർ ആദരിക്കുകയാണ്. ഞങ്ങൾക്ക് 3 പേർക്കാണ്. ഒന്ന് വൈക്കം വിജയലക്ഷ്മി ചേച്ചി, രണ്ടാമത്തത് വിപിൻ ജോർജ്, സിനിമാ നടൻ വിപിൻ ജോർജ് ഏട്ടൻ. അവരുടെ കൂട്ടത്തിൽ എന്നെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് എനിക്കും ഒരു ആദരവുണ്ട് സംസ്ഥാന സർക്കാരിന്റെ. അതിപ്പോ ഉടനെ തന്നെ കിട്ടും. അത് മന്ത്രി ബിന്ദു മാഡം കഴിഞ്ഞിടെ അത് അനൗൺസ് ചെയ്തിരുന്നു. അതൊക്കെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതൊരു അംഗീകാരം തന്നെ. തീർച്ചയായിട്ടും എന്റെ ചിറകുകൾക്ക് ശക്തി പകരുന്ന തരത്തില് തൂവലുകളായിട്ട് തന്നെ അംഗീകാരത്തിലുപരി ഒരു പ്രോത്സാഹനമാണ്, അല്ലെ ഇനി മുന്നോട്ട് സഞ്ചരിക്കാനുള്ള ഒരു പ്രോത്സാഹനം. അതെ അതെ. ഇപ്പൊ ഈ 4 സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമ നമ്മൾ അതിന്റെ പൂജാ ചടങ്ങുമായി ബന്ധപ്പെട്ടുള്ളൂ. അപ്പൊ അതിലെന്താണ് അതിലൊരു വേഷം പറഞ്ഞിട്ടുണ്ട്. എന്നോട് അതിന്റെ കൃത്യമായ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. എന്നാലും നല്ലൊരു വേഷം. അത് ഈ സംവിധായകന് മുമ്പ് അവർ അദ്ദേഹത്തിന്റെ മുമ്പ് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. എന്നെ പരിചയമുണ്ട്. അങ്ങനെ ഒരു ഇതില് നല്ലൊരു സൗഹൃദമാണ്. ആ സൗഹൃദത്തിന് നല്ല വേഷം കരുതി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. വേറെ ഏതെങ്കിലും ഇങ്ങനെയൊന്നും അങ്ങോട്ട് കയറി അങ്ങനെ ചോദിക്കാറില്ല. അത്ര വലിയ വളർച്ചയൊന്നും എനിക്ക് ആയിട്ടില്ല. ഒന്നിനെ കുറിച്ച് നമുക്കറിയാമല്ലോ എത്ര ഉയരങ്ങളിൽ നമ്മൾ എത്തിപ്പെട്ടെന്ന് പറഞ്ഞാലും. നമ്മളുടെ ഇപ്പൊ ഒരു പരുന്തിനെ നമ്മൾ ഉദാഹരണമായിട്ട് എടുത്താൽ, ആ പരുന്ത് ഒരുപാട് ഉയരങ്ങളിൽ പറന്നാലും തീറ്റ എടുക്കാൻ താഴെ വരണം എന്നുള്ളൊരു വിശ്വാസം മനസ്സിൽ ചെറുപ്പം മുതലേ കൊണ്ടു നടക്കുന്നത് കൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചോദിക്കാറില്ല. വിളിക്കുന്നു, പോകുന്നു, ചെല്ലുന്നു, പോരുന്നു, കാര്യങ്ങൾ ഭംഗിയാവുന്നു, അത്രേ ഉള്ളൂ. വേറെ ഏതെങ്കിലും ഇപ്പൊ ചെയ്തു വെച്ച സിനിമകൾ റിലീസ് ആവാനുണ്ടോ, തുടങ്ങാനുണ്ടോ? ഇതല്ലാതെ സ്റ്റോറി അല്ലാതെ ഇനിയിപ്പോ ഞങ്ങളൊരു വെബ് സീരീസ് ഇറങ്ങാനുണ്ട്. ഒരു ഹൊറർ വെബ് സീരീസ് ആണ്. ഞാൻ ഡയറക്ട് ചെയ്ത ഒരു വെബ് സീരീസ് ആണ്. നിർമ്മാണത്തിന്റെയും ഭാഗമായിട്ടുണ്ട് അതിന്റെ. അപ്പോൾ അത് വരാനിരിക്കുന്നു. കൂടാതെ ഇനിയിപ്പോ അടുത്ത സിനിമയിലേക്കുള്ള ഒരു യാത്രയാണ്. കാരണം അടുത്ത സംവിധാനം അടുത്തൊരു സിനിമ വൈകാതെ തന്നെ സംവിധാനം ചെയ്യണമെന്ന് ഓർത്തിരിക്കുന്നു. അതിനുള്ള കാര്യങ്ങളെല്ലാം, അതിന്റെ കഥയൊക്കെ ഏത് തരം സിനിമയായിരിക്കും അങ്ങനെ മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ടോ? ഇല്ല, ഞങ്ങളത് ഫൈനലായിട്ട് പുറത്തിടാമല്ലോ എന്ന് ഓർത്തിട്ടാ. കാരണം കൂടുതലൊന്നും പറയാറായിട്ടില്ല. ഉടനെ ഉണ്ടാകും. വൈകാതെ തന്നെ എല്ലാവരും കാത്തിരിക്കുന്നതും അത് തന്നെയാണ്. പലരും സംസാരിക്കുന്നതും അത് തന്നെയാണ്. അപ്പോൾ പ്രതീക്ഷിക്കാം ഉടനെ ഉണ്ടാവും. എന്തായാലും ന്യൂ ഇയർ ആണ്, പുതിയ വർഷം തുടങ്ങാൻ പോകണം. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെയൊക്കെ മുന്നിലിരുന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ സാധിക്കുന്നതൊക്കെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് തന്നെയാണ് കാണുന്നത്. വരാനിരിക്കുന്ന വർഷം നമുക്ക് എല്ലാവർക്കും നല്ല അനുഗ്രഹങ്ങളും ജീവിത പുരോഗതിയും ഒക്കെ ഉണ്ടാകേണ്ട വർഷമാണ്. കൂടാതെ സിനിമ അന്വേഷിക്കുന്ന ഒരുപാട് പേര് എന്നെ കേൾക്കുന്നുണ്ടാകാം. അവരോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതയാത്ര തുടരുക. കാരണം റോമൻ നഗരം ഉണ്ടായത് ഒരു ദിവസം കൊണ്ടല്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. റോമൻ നഗരം ഉണ്ടായതിന് പോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുമെല്ലാം നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്കും പരിശ്രമങ്ങൾക്കും അവസാനം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വലിയ സന്തോഷമായിട്ട് ജീവിതത്തെ മാറ്റാൻ എല്ലാവർക്കും ഈ വർഷം സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം.